ഹായ് നമസ്കാരം, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. മലയാള ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് 2025 എന്ന വർഷം ഒരു മികച്ച വർഷമാണ്. 200 കോടി പിന്നിട്ട തുടരും, എമ്പുരാൻ, ലോക എന്നീ ചിത്രങ്ങൾ റിലീസായ വർഷം. ലോക ഇപ്പോഴും വിജയകരമായി തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ മലയാളത്തിന്റെ മൈൽ സ്റ്റോൺ ആയ 300 കോടി എന്ന നേട്ടവും ഈ ഒരു ചിത്രം സ്വന്തമാക്കും. എന്നിരുന്നാലും 2025 എന്ന വർഷത്തിൽ വലിയ പ്രതീക്ഷയിൽ വന്ന് നിരാശപ്പെടുത്തിയ ചിത്രങ്ങളുമുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യമായി നോക്കാൻ പോകുന്ന ചിത്രമാണ് ഐഡന്റിറ്റി. ടൊവിനോ തോമസ് നായകനായി ഹേ ജൂഡിന് ശേഷം തൃഷ വീണ്ടും മലയാളത്തിലെത്തിയ ചിത്രമാണ് ഐഡന്റിറ്റി. ഫോറൻസിക് ഡയറക്ടേഴ്സിനൊപ്പം വീണ്ടും ടൊവിനോ ഒന്നിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നല്ലൊരു പ്രതീക്ഷ ഈ ഒരു ചിത്രത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത്. 12 കോടിക്ക് മുകളിൽ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഈ ഒരു ചിത്രത്തിന് 18 കോടിക്കടുത്ത് മാത്രമേ നേടാനായിട്ട് സാധിച്ചുള്ളൂ. ഇനി അടുത്ത ചിത്രമാണ് പ്രാവിൻകൂട് ഷാപ്പ്. അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രം എന്നതുകൊണ്ട് തന്നെ റിലീസിന് മുമ്പ് വലിയൊരു പ്രതീക്ഷ ഈ ഒരു ചിത്രത്തിന് ഉണ്ടായിരുന്നു. ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സൗബിൻ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നത്. ഏകദേശം 14 കോടിയോളം രൂപയായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റ്. എന്നാൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ നെഗറ്റീവ് റിപ്പോർട്ട്സ് ആണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചത്. പ്രാവിൻകൂട് ഷാപ്പ് വെറും 9 കോടിക്കടുത്ത് മാത്രമാണ് വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തത്. ഇനി അടുത്ത ചിത്രം തമിഴിലെ ബ്രാൻഡ് ഡയറക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള ഗൗതം വാസുദേവ മേനോൻ മലയാളത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു. അതും മമ്മൂക്കിയുമായി. റിലീസിന് മുൻപ് തന്നെ അത്യാവശ്യം ഹൈപ്പ് സൃഷ്ടിച്ച സിനിമയാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന സിനിമ. 19 കോടിയോളം രൂപയായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റ്. മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ മിക്സഡ് റെസ്പോൺസ് മാത്രമാണ് നേടാനായത്. ബോക്സ് ഓഫീസിൽ നിന്നും 18 കോടിക്ക് അടുത്ത് മാത്രമാണ് ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തത്. 2025 തുടക്കത്തിൽ റിലീസായ ഈ ഒരു ചിത്രം ഇതുവരെയായും OTT റിലീസായിട്ട് എത്തിയിട്ടില്ല. ഇനി അടുത്ത ചിത്രമാണ് ദാവീദ്. പെപ്പ വീണ്ടും ഒരു ഇടിപ്പടവുമായി എത്തുന്നു എന്നതുകൊണ്ട് തന്നെ റിലീസിന് മുമ്പ് അത്യാവശ്യം ഹൈപ്പ് സൃഷ്ടിച്ച സിനിമയാണ് ദാവീദ്. ആന്റണി വർഗീസ് ബോക്സറായി എത്തിയ ഈ ഒരു ചിത്രം ഡയറക്ട് ചെയ്തിരുന്നത് ഗോവിന്ദ് വിഷ്ണു ആണ്. ലിജിമോൾ നായികയായി എത്തിയ ഈ ഒരു സിനിമ എന്നാൽ ബോക്സ് ഓഫീസിൽ വമ്പൻ ദുരന്തമായിട്ട് മാറി. ഇനി അടുത്ത ചിത്രമാണ് ബസൂക്ക. മമ്മൂക്ക നായകനായി എത്തിയ ഈ ഒരു ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെന്നീസ് ജോസഫിന്റെ മകനായ ഡിനോ ഡെന്നീസ് ആയിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് പുറത്തു വന്ന പോസ്റ്റേഴ്സും ടീസറും എല്ലാം തന്നെ ചിത്രത്തിന് വളരെയധികം ഹൈപ്പ് സൃഷ്ടിക്കാൻ കാരണം ഗൗതം വാസുദേവ മേനോനും ഒരു പ്രധാന കഥാപാത്രമായി ചിത്രത്തിൽ എത്തിയിരുന്നു. ഏകദേശം 28 കോടിയോളം രൂപയായിരുന്നു ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ്. എന്നാൽ സിനിമ തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ അവസാനത്തെ 20 മിനിറ്റ് മാത്രം ഗംഭീരമായി എന്ന അഭിപ്രായമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ 25 കോടിക്കടുത്ത് മാത്രമാണ് ഈ ഒരു ചിത്രത്തിന് നേടാനായിട്ട് സാധിച്ചത്. മമ്മൂക്കിയുടെ 2025 മറ്റൊരു ഫ്ലോപ്പ് ആയിട്ട് മാറി ബസൂക്ക. ഈ ഒരു ചിത്രവും ഇതുവരെയായി OTT റിലീസായി എത്തിയിട്ടില്ല. അടുത്ത ചിത്രമാണ് JSK അഥവാ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള. ചിന്താമണി കൊലക്കേസിന് ശേഷം സുരേഷ് ഗോപി വീണ്ടും വക്കീലായി എത്തുന്നു എന്നതുകൊണ്ട് തന്നെ JSKക്ക് വലിയൊരു ഹൈപ്പ് റിലീസിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അനുപമ പരമേശ്വരനാണ് ജാനകി എന്ന കഥാപാത്രമായി എത്തിയത്. പലതവണ റിലീസ് മാറ്റിവെച്ച ഈ ഒരു സിനിമ ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമാണ് തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ സിനിമയ്ക്ക് നെഗറ്റീവ് റെസ്പോൺസ് ആണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററിൽ അമ്പേ പരാജയമായിട്ട് മാറി. ഇനി അടുത്ത ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. ഫഹദ് ഫാസിൽ നായകനായി ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമയ്ക്ക് ശേഷം അൽത്താഫ് സലീം സംവിധാനം ചെയ്ത ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. ഈ ഒരു ചിത്രത്തിൽ നായികയായി എത്തിയിരുന്നത് കല്യാണി പ്രിയദർശനാണ്. റിലീസിന് മുമ്പ് അത്യാവശ്യം ഹൈപ്പ് എല്ലാം ഉണ്ടായിരുന്ന ഈ ഒരു സിനിമ ലോകയുടെയും ഹൃദയപൂർവ്വത്തിന്റെയും ഒപ്പം ഓണം റിലീസായിട്ടാണ് എത്തിയത്. എന്നാൽ ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ ബോംബായിട്ട് മാറി. വെറും 2 കോടിക്കടുത്ത് മാത്രമാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തത്. ഫഹദ് ഫാസിലിന്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയമായിട്ട് മാറി ഓടും കുതിര ചാടും കുതിര. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് എമ്പുരാനാണ്. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസ് വൈസ് ഹിറ്റാണ് എങ്കിലും 2025 ഏറ്റവും വലിയ ഹൈപ്പുള്ള ചിത്രമായിരുന്നു ലാലേട്ടന്റെ എമ്പുരാൻ. ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ 2ാം ഭാഗമായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 150 കോടിക്ക് മുകളിലായിരുന്നു. അതായത് മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രം. റിലീസിന് മുമ്പ് തന്നെ കൊടൂര ഹൈപ്പായിരുന്നു ഈ ഒരു ചിത്രത്തിന് ഉണ്ടായിരുന്നത്. കാരണം ലൂസിഫർ എന്ന ചിത്രം ഉണ്ടാക്കിയ ഇമ്പാക്ട് അത്രത്തോളം വലുതായിരുന്നു. അതിനുള്ള തെളിവായിരുന്നു ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ. 50 കോടിക്ക് മുകളിലാണ് ചിത്രം പ്രീസെയിൽ നിന്നും മാത്രം നേടിയത്. എന്നാൽ ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ മിക്സഡ് റെസ്പോൺസ് ആണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. ഇതിന് പ്രധാന കാരണം വീക്ക് സ്ക്രിപ്റ്റ് തന്നെയാണ്. സൈഡ് മികച്ചതായി എങ്കിൽ പോലും ലൂസിഫറിന്റെ അടുത്തെത്താൻ ഈ ഒരു ചിത്രത്തിന് സാധിച്ചില്ല. എങ്കിൽ പോലും 268 കോടിയോളം രൂപയാണ് ഈ ഒരു ചിത്രം കളക്ട് ചെയ്ത ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ട് മാറിയത്. എങ്കിൽ പോലും പേഴ്സണലി എന്നെ നിരാശപ്പെടുത്തിയ
എത്തിയ ഒരു ചിത്രം തന്നെയാണ് എമ്പുരാൻ. ഇനി അവസാനത്തേത് മിറേജ് എന്ന ചിത്രമാണ്. കൂമന് ശേഷം വീണ്ടും ജിത്തു ജോസഫ് ആസിഫ് അലി കോംബോ വീണ്ടും ഒന്നിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ചിത്രത്തിന് അത്യാവശ്യം ഹൈപ്പ് ഉണ്ടായിരുന്നു. അപർണ ബാലമുരളിയാണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രമായി എത്തിയിരുന്നത്. സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസ് ആണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത്. ഇപ്പോഴും തിയേറ്ററുകൾ ഉണ്ട് എങ്കിൽ പോലും 2025 നിരാശ സമ്മാനിച്ച ചിത്രം തന്നെയാണ് മിറേജും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏത് സിനിമയാണ് 2025 നിരാശ സമ്മാനിച്ചത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.